നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ കൈലാഷ്? ഫംഗ്ഷൻ അവസാനിക്കുന്നതിന് മുമ്പ് പാർവതിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അവളുടെ അമ്മയോട് തുറന്നു പറയാനായിരുന്നു പ്ലാൻ. പക്ഷേ പാർവതി അവളുടെ ചേട്ടനെ കുറിച്ച് പറഞ്ഞതോടെ അവളുടെ അമ്മയും ചേച്ചിയും ഒക്കെ വലിയ സങ്കടത്തിലായി. ഈ അവസ്ഥയില് പാർവതി എനിക്കിഷ്ടമാണെന്ന് അവരോട് ഞാൻ എങ്ങനെ പറയാ? എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നിന്നോട് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാന്ന് കരുതി. ഇവിടെ വെച്ച് തന്നെ അവരോട് പറയുന്നതല്ലേ നല്ലത്. ഇനി ഇതുപോലൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാൻ കഴിയില്ലല്ലോ. അവരോട് സംസാരിക്കണമെങ്കിൽ അവരുടെ നാട്ടിൽ പോകേണ്ടി വരും. ജോലി തിരക്കിനിടയില് അതിനുള്ള സമയവും കിട്ടില്ല. ഇവിടെ വെച്ച് തന്നെ പറയാല്ലേ? ഈ അവസ്ഥയില് പറയാൻ പാടില്ലെന്നാ എന്റെ അഭിപ്രായം. നമ്മള് നമ്മുടെ സൗകര്യം മാത്രം നോക്കിയാ പോരല്ലോ, മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടി നോക്കണ്ടേ? പക്ഷേ മുക്ത, ഇനി ഇതുപോലൊരു ചാൻസ് കിട്ടുമോ? പാർവതിയുടെ ബ്രദർ ഏൽപ്പിച്ച മുറിവ് എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷേ ഇളയ മകൾക്ക് നല്ലൊരു ലൈഫ് കിട്ടുമെന്നറിയുമ്പോ അതെല്ലാം മറന്ന് അവർ സന്തോഷിക്കല്ലേ ചെയ്യാ? ഓഫ് കോഴ്സ്. പാർവതിയെ കല്യാണം കഴിപ്പിച്ചു തരണമെന്ന് കൈലാഷ് ആവശ്യപ്പെട്ട ലോട്ടറി അടിച്ച സന്തോഷമായിരിക്കും അവർക്ക്. ഈ നിമിഷം വേണമെങ്കിലും അവളുടെ അമ്മ അവളെ നിനക്ക് കൈ പിടിച്ചു തരും. പക്ഷേ എന്താ മുക്ത? ഞാൻ നിന്നെ ഡിസ്കറേജ് ചെയ്യാണെന്ന് കരുതരുത്. നീ കല്യാണ കാര്യം പറയുമ്പോ പാർവതി നോ പറയൂന്ന എന്റെ പേടി. മുക്ത, അവൾക്ക് നിന്നോട് ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. നിനക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും. പക്ഷേ റെസ്പെക്റ്റും ലവും ഒന്നല്ലല്ലോ. നിനക്ക് അവളോടുള്ള ഇഷ്ടം അവൾക്ക് നിന്നോടില്ലെങ്കിലോ? പറഞ്ഞ നീ ചൂടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നിനക്കൊരു വിഷമം ഉണ്ടായാ അത് എന്നെയും വിഷമിപ്പിക്കും. നിനക്കൊരു നാണക്കേടുണ്ടായാ അത് എന്നെയും വേദനിപ്പിക്കും. അതുകൊണ്ട് നീ എന്നോട് ദേഷ്യപ്പെട്ടാലും തല്ലിയാലും എനിക്ക് തോന്നുന്നത് ഞാൻ പറയും. അവള് ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അതൊരു വലിയ മുറിവായി അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. ഞാനിത് പറയുമ്പോ അത് എന്റെ വെറും തോന്നലാണെന്ന് നീ പറയൂന്ന് എനിക്കറിയാം. അവളതൊക്കെ മറന്നു കളഞ്ഞു എന്നാണ് നിന്റെ വിശ്വാസമൊന്നും എനിക്കറിയാം. പക്ഷെ കൈലാഷ്, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അവളുടെ കുടുംബത്തെ മുഴുവൻ പെരുവഴിയിലാക്കി നാട് വിട്ടുപോയ ചേട്ടനെ അവൾ ഇതുവരെ മറന്നിട്ടില്ല. ആ കുടുംബത്തോട് അത്ര വലിയ ക്രൂരത ചെയ്തിട്ട് പോലും അവനോട് അവൾക്ക് ഇപ്പോഴും സ്നേഹ. അവനെ പറ്റി പറഞ്ഞ് അവള് കരയുന്നത് നീയും കണ്ടതല്ലേ? അങ്ങനെയുള്ള അവൾക്ക് ദിവസങ്ങൾ മുൻപ് മാത്രം നഷ്ടപ്പെട്ടു പോയ പ്രണയം ഇത്ര വേഗം മറക്കാൻ കഴിയോ? അവളെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിയുന്ന നീ ഗന്ധർവനെ മറക്കാനുള്ള സാവകാശം പോലും നൽകാതെ അവളെ പ്രപ്പോസ് ചെയ്താ നിന്നോടുള്ള റെസ്പെക്ട് പോലും അവളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടും. കല്യാണത്തിന് അവള് സമ്മതിക്കില്ല എന്നുള്ളത് മാത്രമല്ല, നിന്നെ കാണുന്നത് പോലും പിന്നെ അവൾക്ക് ദേഷ്യമായിരിക്കും, വെറുപ്പായിരിക്കും. ദുരനുഭവങ്ങളെ കാരണം മനസ്സ് തളർന്നു പോയ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നീ അവളുടെ ബർത്ത്ഡേ ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് എനിക്കറിയാം. നീ ആഗ്രഹിക്കുന്നത് പോലെ ആ ഓർമ്മകളിൽ നിന്ന് പതിയെ പതിയെ അവള് പുറത്തു വരും. അതിനുള്ള സാവകാശം നീ അവൾക്ക് നൽകണം. അവളുടെ മനസ്സിൽ ആ ഓർമ്മകളുടെ ഒരു തരി പോലും ബാക്കിയില്ലെന്ന് നിനക്കൊരു ദിവസം മനസ്സിലാകും. അന്ന് നീ പ്രപ്പോസ് ചെയ്താ അവൾ പൂർണ്ണ മനസ്സോടെ അത് അക്സെപ്റ്റ് ചെയ്യും. നിന്റെ ആഗ്രഹം നടക്കണമെങ്കിൽ നീ അവൾക്ക് സാവകാശം നൽകിയേ മതിയാകൂ. നീ കാത്തിരുന്നേ മതിയാകൂ. നീ പറഞ്ഞത് ശരിയാ മുക്ത. കഴിഞ്ഞതെല്ലാം മറക്കാൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞതെല്ലാം അത്ര എളുപ്പത്തിൽ മറക്കാൻ പാർവതിക്ക് കഴിയില്ലെന്ന് ഞാൻ ഓർത്തില്ല. അവൾക്ക് സാവകാശം വേണ്ടി വരുമെന്ന് ഞാൻ ആലോചിച്ചില്ല. ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തില്ലേ? കുറച്ചു കാലം കൂടി വെയിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. ഇങ്ങനെ വേണം ഒരു തീരുമാനം എടുക്കാൻ. എല്ലാ വശവും ആലോചിക്കണം.
അല്ലാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. പാർവതിയുടെ അമ്മയും ചേച്ചിയൊക്കെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. നീ ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി മുക്ത. എന്താ മുക്ത, കൈലാഷ് എന്താ പറഞ്ഞത്? പാർവതിയുടെ വീട്ടുകാരോട് കല്യാണക്കാരെ സംസാരിക്കാൻ പോവാണോ? അതായിരുന്നു അവന്റെ പ്ലാൻ. പക്ഷേ അവന്റെ പ്ലാൻ വിജയിക്കണമെങ്കിൽ ഈ മുക്ത ചാകണം. അവൻ ഇനി കുറച്ചു കാലത്തേക്ക് കല്യാണം എന്ന വാക്ക് പോലും മിണ്ടില്ല. നീ വാ. വീട്ടിൽ പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ അമ്മ. അച്ഛനി അടുത്ത ആഴ്ചയല്ലേ വരൂ. 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് തിരിച്ചു പോയ പോരെ. ഞങ്ങൾ ഇനിയും വരാം മോളെ. ബസ് കയറി വരാനുള്ള പേടി മാറി കിട്ടിയില്ലേ? ഇടയ്ക്കിടയ്ക്ക് വരാം. മാഡം, പെറ്റമ്മയോളം വരില്ല ആരും എന്നായിരുന്നു ഇത്രയും നാളും എന്റെ വിശ്വാസം. പക്ഷേ മാഡം എന്റെ മോളെ സ്നേഹിക്കുന്ന കണ്ടപ്പോ അതെന്റെ വെറും തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മോൾക്ക് ഇവിടെ ഒരു അമ്മയുണ്ടെന്നുള്ള ധൈര്യത്തിലാ ഞാൻ തിരിച്ചു പോകുന്നത്. മോളെ മീര, ഐഷ, ജെനിഫർ, എനിക്കിപ്പോ പെൺമക്കൾ 2 അല്ല 5. നിങ്ങളും എന്റെ മക്കള് തന്നെയാ. പ്രിയൻ, കൈലാഷ്, മോഹൻ, നിങ്ങളെയും ചേർത്ത് പുതിയ 6 മക്കളെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെയാ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. നിന്റെ അച്ഛൻ എപ്പോഴും പറയും, കാശ് മുതലും ഒന്നുമല്ല, നല്ല ബന്ധങ്ങളാണ് സമ്പാദിക്കേണ്ടെന്ന്. അങ്ങനെ നോക്കിയ എന്റെ മോളുടെ കയ്യിൽ ധാരാളം സമ്പാദ്യങ്ങളുണ്ട്. നമുക്കത് മതി. ഇത് അമ്പാടി, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് നിങ്ങൾ പോവല്ലേ? അങ്ങനെ പറയല്ലേ പാറു, എനിക്ക് കരച്ചില് വരും.